Good morning, students. Welcome to today's class. Today we are discussing about double heterojunction laser structures and uh, the laser structure, that is stripe geometry, and stripe geometry can be divided into two, that is gain gated and index gated structures. Double heterojunction structure can be also be divided as stripe geometry and broad area. So broad area stripe geometry എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് ഇഞ്ചക്ഷൻ ഒരു ഫുൾ ലേസറിൽ മൊത്തമായിട്ട് നമ്മൾ കറണ്ട് ഇഞ്ചക്ട് ചെയ്യുകയാണെങ്കിൽ ലേസറിലോട്ട് മൊത്തമായിട്ട് കറണ്ട് ഇഞ്ചക്ട് ചെയ്യാൻ. ഇപ്പോൾ കറണ്ട് വേണം നമുക്ക് എന്താ ഇലക്ട്രോൺ ഹോൾ പെയർ കോമ്പിനേഷൻ നടക്കാൻ. സോ അങ്ങനെയാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കറണ്ട് നമ്മുടെ കൊടുക്കുന്ന കറണ്ട് ഈ മൊത്തം ലേസേഴ്സിൽ മൊത്തമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞാൽ ബ്രോഡ് ഏരിയ. അല്ലാതെ ഒരു സ്ട്രൈപ്പിൽ ഒരു നാരോ ഏരിയയിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കറണ്ട് ഇഞ്ചക്ട് ചെയ്യുന്നതിനാണ് സ്ട്രൈപ്പ് ജോമെട്രി എന്ന് പറയാം. ഇങ്ങനെ കറണ്ട് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ നമുക്ക് ത്രഷോൾഡ് കറണ്ട്, നമുക്ക് കൊടുക്കേണ്ട ത്രഷോൾഡ് കറണ്ട് കുറവായിരിക്കും, ഈ ഏരിയയിൽ കൂടും. അപ്പോൾ കുറഞ്ഞ ത്രഷോൾഡ് കറണ്ടിൽ നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടാൻ സ്ട്രൈപ്പ് ജോമെട്രി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മോഡേൺ ലേസറിലൊക്കെ സെമി കണ്ടക്ടർ ലേസേഴ്സിലൊക്കെ ഈ സ്ട്രൈപ്പ് ജോമെട്രി യൂസ് ചെയ്തിട്ടാണ് ലേസേഴ്സ് ഫോം ചെയ്യുന്നത്. സോ സ്ട്രൈപ്പ് ജോമെട്രിന് ഗെയിൻ ഗൈഡഡ് ഉണ്ട്, ഇൻഡെക്സ് ഗൈഡഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതാ പറയുന്നത്. അതായത് മോസ്റ്റ് സെമി കണ്ടക്ടർ ലേസേഴ്സ് കറണ്ട് ഇസ് ഇൻജക്റ്റഡ് ഓൺലി വിത്തിൻ എ നാരോ റീജിയൻ ബിനീത്ത് എ സ്ട്രൈപ്പ് കോണ്ടാക്ട് സെവറൽ മൈക്രോമീറ്റർ വൈഡ്. ഓക്കെ, സ്ട്രൈപ്പ് കോണ്ടാക്റ്റിലാണ് നമ്മളിപ്പോൾ മോഡേൺ സെമി കണ്ടക്ടർ ലേസേഴ്സിൽ നമ്മൾ കറണ്ട് ഇഞ്ചക്ട് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ത്രഷോൾഡ് കറണ്ട് കുറവാക്കി വെക്കാൻ. അപ്പോൾ കമ്പയർഡ് ടു ബ്രോഡ് ഏരിയ ലേസേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ത്രഷോൾഡ് കറണ്ട് കുറവ് കൊടുത്താൽ മതി ഇതിൻ്റെ സ്ട്രൈപ്പ് ജോമെട്രിയിൽ. ഓക്കെ, അതുപോലെ തന്നെ സ്ട്രൈപ്പ് ജോമെട്രിയിൽ കറണ്ട് കുറവ് കൊടുത്താൽ മതി, കാരണം ഈ ത്രഷോൾഡ് കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. ഇത് നമ്മൾ കറണ്ട് കൊടുക്കുന്നതിന് ആ ഏരിയ കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ത്രഷോൾഡ് കറണ്ട്. അപ്പോൾ ഏരിയ കുറഞ്ഞാൽ കറണ്ട് കുറയും. ഓക്കെ, ടു ടൈപ്സ് ഓഫ് സ്ട്രൈപ്പ് ജോമെട്രീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഗെയിൻ ഗൈഡഡ് ലേസർ ആൻഡ് ഇൻഡെക്സ് ഗൈഡഡ് ലേസേഴ്സ്. സോ ഗെയിൻ ഗൈഡഡ് ലേസേഴ്സ് എന്ന് പറഞ്ഞാൽ ദ കറണ്ട് ഇഞ്ചക്ഷൻ ഇസ് റെസ്ട്രിക്റ്റഡ് ടു സ്മോൾ ഏരിയ അലോങ് ദ ഇഞ്ചക്ഷൻ പ്ലെയിൻ. ഈ ഇഞ്ചക്ഷൻ പ്ലെയിനിൽ വളരെ ചെറിയ ഒരു സ്ട്രിപ്പ്, ഒരു നാരോ സ്ട്രിപ്പിലോട്ടാണ് കറണ്ട് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഓക്കെ, ഗെയിൻ ഗൈഡഡ് ലേസറിൽ. ഈ ഇൻഡെക്സ് ഗൈഡഡ് ലേസർ എ ബിൽറ്റ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ ഇൻ ദ ലാറ്ററൽ ഡയറക്ഷൻ ഇസ് ഇൻകോർപ്പറേറ്റഡ്. അതിന്റെ കൂടെ ഒരു ബിൽറ്റ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ കൂടി എന്താ ആഡ് ചെയ്തിട്ടുണ്ട്, ഇൻഡെക്സ് ഗൈഡഡ് ലേസർ. സോ ഇറ്റ് ഈസ് കാൾഡ് ഇൻഡെക്സ് ഗൈഡഡ്. ഓക്കെ, ഇൻഡെക്സ് അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടി ഇതിന്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇൻഡെക്സ് ഗൈഡഡ് ലേസർ. ഓക്കെ, now moving to gain guided lasers. gain guided lasers നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു നാരോ റീജിയനിലോട്ട് നമ്മൾ കറണ്ട് ഇഞ്ചക്ട് ചെയ്യുന്നതിനാണ് ഗെയിൻ ഗൈഡഡ് ലേസേഴ്സ്. ദ കറണ്ട് ഇഞ്ചക്ഷൻ ഇസ് റെസ്ട്രിക്റ്റഡ് ടു എ നാരോ റീജിയൻ ബിനീത്ത് ദ സ്ട്രൈപ്പ്. ഓക്കെ, സ്ട്രൈപ്പിന് മുകളിലോട്ട് നാരോ റീജിയനിലാണ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്, ഇഞ്ചക്ട് ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ, ഗെയിൻ ഗൈഡഡ് ലേസേഴ്സിന്റെ സ്ട്രക്ചർ. അപ്പോൾ ഈ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് പറയാം. ദാറ്റ് ഈസ് ഇവിടെ നിന്നാണ് നമ്മുടെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്, ഈ നാരോ റീജിയൻ. ദിസ് ഇസ് ദ ആക്റ്റീവ് റീജിയൻ. ഈ ആക്റ്റീവ് റീജിയൻ നിന്നാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ആക്റ്റീവ് റീജിയൻ മാത്രമേ എമിറ്റ് ചെയ്യുന്നുള്ളൂ. ഇത് നാരോ ആണ്, ഇറ്റ്സ് ആൾസോ കണ്ടിന്യൂസ്. ഇതാണ് നമ്മുടെ സ്ട്രൈപ്പ്. ഈ സ്ട്രൈപ്പ് നിന്നാണ് നമുക്ക് പോസിറ്റീവ് ടെർമിനൽ എടുക്കുന്നത്. ഈ സ്ട്രൈപ്പിലോട്ടാണ് നമ്മൾ കറണ്ട് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ കറണ്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ഭാഗമായിട്ട് ദിസ് ഇസ് ദ പി റീജിയൻ. ഈ ആക്റ്റീവ് റീജിയന്റെ മുകളിൽ പി റീജിയൻ, അതുപോലെ തന്നെ ആക്റ്റീവ് റീജിയന്റെ താഴെ എൻ റീജിയൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇവർ തമ്മിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പം പിയിൽ ആക്റ്റീവ് റീജിയൻ കമ്പയർ ചെയ്യുമ്പോൾ പിയിൽ കുറവും ആക്റ്റീവ് റീജിയനിൽ കൂടുതലും. എൻ റീജിയൻ കമ്പയർ ചെയ്യുമ്പോൾ ആക്റ്റീവ് പിയിൽ കൂടുതലും, എൻ റീജിയനിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഒരു വേരിയേഷൻസ് എങ്ങനെ വരുന്നത്. സോ ദിസ് ഇസ് ഇൻസുലേറ്റിംഗ് ലെയർ, പ്രൊട്ടക്ഷൻ വേണ്ടി ഇൻസുലേറ്റിംഗ് ലെയർ. ഇവിടെ നിന്നാണ് നമ്മൾ ആനോഡ് സ്ട്രിപ്പ് എടുക്കുന്നത്. ദിസ് ഇസ് ദ സ്ട്രിപ്പ് കോണ്ടാക്ട്, സ്ട്രിപ്പ് കോണ്ടാക്ട് ആണ്. ഇതിന് താഴെയാണ് നമ്മുടെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് ദ ആക്റ്റീവ് റീജിയൻ. ഈ ആക്റ്റീവ് റീജിയന്റെ വിഡ്ത്ത് ആണ് ഡി. ഓക്കെ, ലേസർ ബീം ലൈറ്റ് ഈ ഒരു പോർഷനിലൂടെ മാത്രമേ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ പി ഗാലിയം ആർസനൈഡ്, പി അലൂമിനിയം ഗാലിയം ആർസനൈഡ്, അതായത് ഡബിൾ ഹെട്രോജങ്ഷൻ structures another. Okay, so this is the p region and this is active region and this is the n region. So this is the pn junction. So in between the pn junction we have active region. Okay, now aluminum gallium arsenide and gallium arsenide substrate, there is a metallic contact. Okay, ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ. Then next
Okay. Lacing occur only in limited region of the active layer beneath the stripe contact where the high density of current flows. ഇവിടെ മാത്രമാണ് ലേസിംഗ് ഒക്കെ ചെയ്യുന്നത്. അതായത് ഈ ഒരു സ്ട്രൈപ്പിന്റെ നേരെ താഴെ ഈ ഒരു പൊസിഷനിൽ മാത്രമാണ് ലൈറ്റ് എമിഷൻ നടക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് കരിയർ ഡെൻസിറ്റി കൂടുതൽ, അതായത് ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷൻ കൂടി കരിയർ ഡെൻസിറ്റി കൂടുതൽ, അതുകൊണ്ട് തന്നെ കറണ്ട് high density of current ഇവിടെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, this is the horizontal confinement of light wave propagating through the active region is thereby accomplished by a small refractive index variation produced by the current generated population version. Okay, ഈ small refractive index change കൊണ്ടാണ് ഈ ഒരു ഈ ഒരു സ്മോൾ പോർഷൻ ഹോറിസോണ്ടൽ പോയിന്റിലോട്ട് ലൈറ്റ് കൺഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷന് മാത്രമാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഇഫ് ദ ലൈറ്റ് വേവ് സ്പ്രെഡ്സ് ഇൻ ദ ഹോറിസോണ്ടൽ പ്ലെയിൻ ഔട്ട്സൈഡ് ദ ഹോറിസോണ്ടൽ ഡയമെൻഷൻ ഓഫ് ദ സ്ട്രിപ്പ് ഇറ്റ് വിൽ ബി അബ്സോർബ്ഡ് ബൈ എ അൺഎക്സൈറ്റഡ് റീജിയൺ ഓഫ് ദ ആക്റ്റീവ് ലെയർ. ഇനി ലൈറ്റ് ഈ ഒരു പോർഷന് മാത്രമാണ് ലൈറ്റ് ഈ ഒരു പോർഷന് മാത്രമാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ ലൈറ്റ് ഈ ഒരു പോർഷൻ അല്ലാതെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആക്റ്റീവ് റീജിയന്റെ അൺഎക്സൈറ്റഡ് പോർഷൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഇവിടെ മാത്രമാണ് എക്സൈറ്റഡ് പോർഷന്. ഓക്കെ, അൺഎക്സൈറ്റഡ് പോർഷൻ എന്ത് ചെയ്യും, ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും, ഇതിനെ പുറത്ത് കളയില്ല. സോ ലൈറ്റ് ഈ ഒരു ആക്റ്റീവ് റീജിയനിലൂടെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് ഔട്ട്സൈഡ് ഈ ഹോറിസോണ്ടൽ പ്ലെയിനിന്ന് ഔട്ട്സൈഡ് പോകുന്ന ലൈറ്റ് റേസ് ഒക്കെ ഈ ഒരു അൺഎക്സൈറ്റഡ് റീജിയൻ ഓഫ് ആക്റ്റീവ് ലെയേഴ്സ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ഓക്കെ, unexcited region of the active layer. In the vertical direction, the lower refractive index is surrounding the reflect back of the active region. Okay, ഇവിടെ ആക്റ്റീവ് റീജിയന്റെ ബാക്കിൽ ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് സറൗണ്ടിങ് റീജിയനെ കമ്പയർ ചെയ്യുമ്പോൾ. നമ്മൾ പറഞ്ഞിരുന്നു ആക്റ്റീവ് റീജിയനിലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ, സറൗണ്ടിങ് റീജിയനിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ് ആസ് കമ്പയർഡ് ടു ആക്റ്റീവ് റീജിയൻ. ഓക്കെ, കറന്റ് restriction serves several purposes. ഈ ഒരു കറണ്ട് റെസ്ട്രിക്ഷൻ കൊണ്ട്, അതായത് നമ്മളിപ്പോൾ ഈ സ്ട്രൈപ്പ് ജോമെട്രി വഴി നമുക്ക് എന്തെങ്കിലും കറണ്ട്, നമുക്ക് കുറഞ്ഞ കറണ്ട് നമുക്ക് യൂസ് ചെയ്താൽ മതി അല്ലേ, ലോ ത്രഷോൾഡ് കറണ്ട് യൂസ് ചെയ്താൽ മതി. ഇതുകൊണ്ട് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്താ പറഞ്ഞാൽ ഇറ്റ് അലോസ് കണ്ടിന്യൂസ് വേവ്സ് ഓപ്പറേഷൻ. കണ്ടിന്യൂസ് വേവ്സ് ആ ഒരു ആക്റ്റീവ് റീജിയനിൽ ഫോം ചെയ്യും വിത്ത് റീസണബിൾ ലോ ത്രഷോൾഡ് കറണ്ട്. അതായത് ലോ ത്രഷോൾഡ് കറണ്ടിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈറ്റ് വേവ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. ദ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ക്യാൻ അലോ ഫണ്ടമെന്റൽ മോഡ് ഓപ്പറേഷൻ അലോങ് ദ ജംഗ്ഷൻ പ്ലെയിൻ which is necessary for the application where the optical wave is coupled into a single mode optical fiber. Single mode optical fiber ഫണ്ടമെന്റൽ മോഡ് ഓപ്പറേഷൻ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫണ്ടമെന്റൽ മോഡ് ഓപ്പറേഷൻ, അതായത് T0 മോഡ്, TM മോഡ് ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് സിംഗിൾ മോഡ് ഫൈബേഴ്സിലോട്ട് കപ്പിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ റിക്വയർമെന്റ് ഓഫ് ഹീറ്റ് സിങ്കിങ് ആർ ലോ. അപ്പോൾ ഹീറ്റ് സിങ്കിങ് റിക്വയർമെന്റ് ഇങ്ങനെ ലോ ത്രഷോൾഡ് കറണ്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഹീറ്റ് സിങ്കിങ് റിക്വയർമെന്റ് ലോ ആണ്. ഓക്കെ, സോ ഇങ്ങനെ ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ട് നമുക്ക് ഈ കറണ്ട് റെസ്ട്രിക്ഷൻ കൊണ്ട്. ഓക്കെ, സച്ച് lasers are termed as gain gated lasers because the optical intensity distribution in the lateral direction is determined by the gain profile produced by the carrier density distribution. Okay, ഈ ഒരു carrier determined by the ഗെയിൻ പ്രൊഫൈൽ. ഓക്കെ, ഈ ഒരു ലേസറിനെ ഗെയിൻ ഗൈഡഡ് ലേസേഴ്സ് എന്ന് പറയാൻ കാരണം ഒപ്റ്റിക്കൽ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈ ലാറ്ററൽ, അതായത് സ്ട്രൈപ്പ് റീജിയനിൽ ഉണ്ടാകുന്ന ഒപ്റ്റിക്കൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഗെയിൻ പ്രൊഫൈൽ ബൈ ദ കാരിയർ ഡെൻസിറ്റി. അപ്പോൾ ഈ കാരിയർ ഡെൻസിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ, കാരിയറിന്റെ ഗെയിൻ, അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരിയർ ഗെയിൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ഇവിടുന്ന് വരുന്ന ലൈറ്റ് ഇന്റൻസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഗെയിൻ ഗൈഡഡ് ലേസേഴ്സ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻഡെക്സ് ഗൈഡഡ് ലേസേഴ്സ്. ഓക്കെ, സോ ഇൻ ഇൻഡെക്സ് ഗൈഡഡ് ലേസേഴ്സ് നമ്മൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, കമ്മിങ് ടു ദ സ്ട്രക്ചർ, നെക്സ്റ്റ് ഗെയിൻ ഗൈഡഡ് ലേസറിനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഇൻഡെക്സ് ഗൈഡിങ് ലേസേഴ്സ്. ഓക്കെ, ഹിയർ നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഒരു ഗാലിയം ആർസനൈഡ് ഉണ്ട്. ഓക്കെ, ഗാലിയം ആർസനൈഡ് സ്ട്രക്ചർ, ഇവിടെ നിന്നാണ് ലൈറ്റ് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ് നിന്നാണ് ലൈറ്റ് ഔട്ട്പുട്ട് വരുന്നത്. സോ ഈ ഗാലിയം ആർസനൈഡ് സ്ട്രക്ചർ ബറീഡ് ബിറ്റ്വീൻ, അതല്ലെങ്കിൽ ഇത് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ, ഇതിന് ഇടയിലാണ് നിൽക്കുന്നത്. ഏതിന് രണ്ട് ലെയേഴ്സ് ഉണ്ട്. ദിറ്റ് ഈസ് ബറീഡ് ഇൻ ബിറ്റ്വീൻ ടു ലെയേഴ്സ്, ദാറ്റ് ഈസ് പി ടൈപ്പ് ഗാലിയം 1Y അലൂമിനിയം AS, അതായത് ആ ഒരു അറ്റോമിക് നമ്പർ പറഞ്ഞിട്ടില്ല, N ഗാലിയം അലൂമിനിയം ആർസനൈഡ്, ഈ രണ്ട് ലെയേഴ്സിന്റെ ഇടയിൽ ഇത് ബറി ചെയ്തിരിക്കുകയാണ് ഈ ഗാലിയം ആർസനൈഡ്. ഇവിടെ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് ലൈറ്റ് ട്രാൻസ്മിറ്റ്. സോ ഇത് ബറി ചെയ്തിരിക്കുകയാണ് ഈ രണ്ട് ലെയറിന് ഇടയിലും. അതിന് പറഞ്ഞ ബറിയിങ് ലെയർ എന്നാ പറയുന്നത്. ബറിയിങ് ലെയർ, അതായത് ഈ രണ്ട് ലെയറിന്റെ ഇടയിലും
ഇടയിലാണ് ഈ ഒരു ലെയർ കിടക്കുന്നത്. പിന്നെ ഈ ഒരു ലെയർ ഗാലിയം ആർസനൈഡ് ലെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ് ആസ് കമ്പയർഡ് ടു ദീസ് പി ലെയർ ആൻഡ് എൻ ലെയർ. അങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഈ ഒരു ലെയറിൽ കൂടുതലായതുകൊണ്ട് തന്നെ ലൈറ്റ് ഈ രണ്ട് ലെയറിലോട്ട് മൂവ് ചെയ്യില്ല. ഈ ഒരു കറക്റ്റ് ഈ ഒരു ഗാലിയം ആർസനൈഡ് ലെയറിലൂടെ മാത്രമാണ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, then the index guided lasers, the transversal mode control in laser diodes can be achieved using index guided along the junction plane. ഈ ഒരു ഇൻഡെക്സ് ഗൈഡഡ് ലേസേഴ്സിൽ ട്രാൻസ്വേഴ്സ് മോഡ് മാത്രമാണ് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്വേഴ്സ് മോഡാണ് ഇൻഡെക്സ് ഗൈഡഡ് പ്ലെയിനിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ട്രാൻസ്വേഴ്സ് മോഡിലാണ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദ മോഡ് കൺട്രോൾ ഇസ് നെസസറി ഫോർ ഇംപ്രൂവിംഗ് ദ ഒപ്റ്റിക്കൽ വേവ് കറന്റ് ലീനിയാരിറ്റി ആൻഡ് മോഡുലേഷൻ റെസ്പോൺസ് ഓഫ് ലേസർ. മോഡ് കൺട്രോൾ ആവശ്യമാണ്. എന്തിനാ? നമ്മുടെ ഒപ്റ്റിക്കൽ കറന്റിന്റെ ലീനിയാരിറ്റി അതുപോലെ തന്നെ മോഡുലേഷൻ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും വേണ്ടി ഇവിടെ ഒരു മോഡ് കൺട്രോൾ necessary. കാരണം ട്രാൻസ്വേഴ്സ് മോഡിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. The active region is surrounded by a material with lower refractive indices in both the vertical and lateral transverse direction. The active region is buried in lower refractive indices, like example indium phosphate. All sides are shown in figure. For this reason these layers are called buried heterostructure layers. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. അതായത് ഈ ഒരു ലെയേഴ്സ് ഈ ഗാലിയം ആർസനൈഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ ആക്റ്റീവ് റീജിയൻ. ഈ ഒരു ഗാലിയം ആർസനൈഡ് ബറിയിങ് ലെയർ എന്ന് പറയും. ഈ ബറീഡ് ആണ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു ലെയേഴ്സ്. അപ്പോൾ ഈ രണ്ട് ലെയേഴ്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ് ആസ് കമ്പയർഡ് ടു ദിസ് ഗാലിയം ആർസനൈഡ്. സോ ഈ ഗാലിയം ആർസനൈഡിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സൈഡിലോട്ട് ലൈറ്റ് മൂവ് ചെയ്യില്ല. സോ ലൈറ്റ് ഈ ഒരു പോർഷനിൽ ഈ ഒരു ആക്റ്റീവ് പോർഷനിൽ നിന്ന് മാത്രമാണ് ലൈറ്റ് പുറത്തോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദ ലാറ്ററൽ ഇൻഡെക്സ് സ്റ്റെപ്പ് along the junction plane is about 2 magnitude larger than the carrier induced effect. Okay, lateral junction plane is about 2 magnitudes larger than the carrier induced effects. ഈ ലാറ്ററലിലുള്ള അതുപോലെ തന്നെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡബിൾ ആണ് ആസ് കമ്പയർഡ് ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് അതർ ടു പ്ലെയിൻസ്. ആ ഒരു ബറി ചെയ്ത അതർ ടു പ്ലെയിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ആക്റ്റീവ് റീജിയനിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരുപാട് കൂടുതലാണ്. ആസ് എ റിസൾട്ട് ദ ലേസിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബറീഡ് ഹെട്രോ സ്ട്രക്ചർ ലേസസ് ആർ പ്രൈമർലി ഡിറ്റർമൈൻഡ് ബൈ ദ റെക്ടാങ്കുലർ വേവ് ഗേറ്റ് ദാറ്റ് കൺഫൈൻ ദ മോഡ് ഇൻസൈഡ് ദ ബറീഡ് റീജിയൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ബറീഡ് റീജിയനിൽ മാത്രമാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗാലിയം ആർസനൈഡ് ഇസ് ഗ്രേറ്റർ ആസ് കമ്പയർഡ് ടു അതർ ടു ലെയേഴ്സ്. ഓക്കെ, 2 ലെയർ. അപ്പോൾ ഈ ലൈറ്റ് ഇതിലൂടെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്ത് ട്രാൻസ്വേഴ്സ് ഡയമെൻഷൻസ് ഓഫ് ദ ആക്റ്റീവ് റീജിയൻ ആൻഡ് ദ ഇൻഡെക്സ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആർ ചൂസൺ സോ ദാറ്റ് ഓൺലി ദ ലോവസ്റ്റ് ഓർഡർ ട്രാൻസ്വേഴ്സ് മോഡ്സ് ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ ദ വേവ് ഗൈഡ്. ഈ ഒരു വേവ് ഗൈഡിൽ ലോവസ്റ്റ് ട്രാൻസ്വേഴ്സ് മോഡേ പ്രൊപ്പഗേറ്റ് ചെയ്യുള്ളൂ. മാത്രമല്ല ലോവസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് മോഡുകൾ മാത്രമേ ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ഫീൽഡ്, ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെ ട്രാൻസ്വേഴ്സ് മോഡ് മാത്രമാണ് ഈ ഒരു ലേസേഴ്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദീസ് ഇൻഡെക്സ് ഗൈഡഡ് ഡിവൈസ് പ്രൊഡ്യൂസ് ബീം വിത്ത് മച്ച് ഹയർ ബീം ക്വാളിറ്റി ബട്ട് ആർ ടിപ്പിക്കലി ലിമിറ്റഡ് ഇൻ പവർ ടു എ ഫ്യൂ 100 milliwatt. പവർ ലോ ആണ്, പക്ഷെ ഇവിടെ ബീം ക്വാളിറ്റി ഹയർ ബീം ക്വാളിറ്റി ആണ്. ഓക്കെ, കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗാലിയം ആർസനൈഡ് കൂടുതലായത് ഈ ആക്റ്റീവ് റീജിയനിൽ മാത്രമേ ബീം പുറത്ത് വരുന്നുള്ളൂ, വേറെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്നില്ല. അപ്പോൾ ബീം ക്വാളിറ്റി കൂടുതലാണ്, പക്ഷെ ഇവിടെ പവർ 100 milliwatts ഉണ്ടാവുള്ളൂ. Another important feature of this laser is the confinement of the injected carriers to the active region. ആക്റ്റീവ് റീജിയനിലോട്ട് കാരിയറിന്റെ ഇഞ്ചക്ഷൻ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഓക്കെ, സോ that's all about index guided laser. Okay, then moving to laser characteristics. Okay, laser characteristics, mainly the characteristics of lasers include directionality. That is the lasers ഒരു പോയിന്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേസേഴ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഡയറക്ഷനാലിറ്റി is an important characteristics and also monochromaticity. അതായത് ഓരോ വേവ് ലെങ്ത് ഓരോ കറക്റ്റ് ലേസേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ കൊഹറൻസ് ആൻഡ് ആൾസോ ഇന്റൻസിറ്റി ആൻഡ് ബ്രൈറ്റ്നസ്. അത് ഹൈലി ഇന്റൻസിറ്റി കൂടുതലാണ് ആൻഡ് ആൾസോ ബ്രൈറ്റ്നസ് കൂടുതൽ. ഇതൊക്കെയാണ് ലേസർ ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് ലേസറിന്റെ ഒരു ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഓക്കെ, ഇതിന്റെ ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, നൗ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. അപ്പോൾ ലേസർ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. ദ ത്രെഷോൾഡ് കറന്റ് ടെൻസ് ടു ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ ഷോൺ ഫിഗർ. ഓക്കെ, കറന്റും ലൈറ്റ് ഔട്ട്പുട്ടും നോക്കുകയാണെങ്കിൽ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ ത്രെഷോൾഡ് കറന്റ് ഇസ് ആൾസോ ഇൻക്രീസസ്. സോ കറന്റ് ആൻഡ് ടെമ്പറേച്ചർ ഇസ് ഡയറക്ട്ലി
പ്രൊപ്പോർഷണൽ ആണ്. സോ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ഓക്കെ, ഹിയർ T1 ലെസ് ദാൻ T2 ലെസ് ദാൻ T3 ലെസ് ദാൻ T4 ലെസ് ദാൻ T5. സോ T5ലാണ് ഈ ഒരു കറണ്ടിൽ, അപ്പോൾ കറണ്ട് കൂടുതൽ T5 ആണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ T5ലാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ T4ൽ കറണ്ട് കുറവാണ്. അപ്പോൾ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ threshold current. Okay, the temperature depends upon the threshold current density with the is approximately exponential and is given by. ഇത് എക്സ്പോണൻഷ്യലി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്, അതായത് ലീനിയർ അല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ലൈൻ ആണ് കിട്ടുക, കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ. പക്ഷെ ഇവിടെ എക്സ്പോണൻഷ്യൽ, ഇത് കണ്ടാൽ എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് ആണ്. സോ ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദ കറന്റ് ഈസ് എക്സ്പോണൻഷ്യലി പ്രൊപ്പോർഷണൽ ആണ്. സോ ദിസ് ഇസ് ദ threshold current JTH. Okay, threshold current density is proportional to e raised to t by T0. ഇതാണ് നമ്മുടെ കറന്റും അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ത്രഷോൾഡ് കറണ്ട് ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ JTH, that is current density is proportional to e raised to t by T0. Okay, where T is the device absolute temperature and T0 is the threshold temperature coefficient. Okay, then second characteristics, അങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചറിനായിട്ട് ഡിപ്പെൻഡ് ചെയ്ത്. And second characteristics is mode hopping. Mode hopping ആണ്. In single mode laser diode, the peak emission wavelength exhibit jumps at a certain temperature. Okay, മോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഹോപ്പ് പറയുമ്പോൾ ഒന്ന് ചാട് അല്ലേ. അപ്പോൾ സിംഗിൾ മോഡ് ലേസറിൽ, സിംഗിൾ മോഡ് ലേസർ ഡയോഡ്സിൽ പീക്ക് എമിഷൻ ഓക്കെ ജമ്പ് സെർട്ടൈൻ ടെമ്പറേച്ചറിൽ വേവ് ലെങ്ത് എന്തെയും ജമ്പിങ് ചെയ്യും. ഓക്കെ, ജമ്പിങ് കാണിക്കും. അപ്പോൾ കേസ് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ കാണാൻ മോഡ് ഹോപ്പ് ചെയ്യുന്നത് സിംഗിൾ മോഡ് ഫൈബറിൽ ഇത് വേവ് ലെങ്ത് ആണ്. ഓക്കെ, 780-784 സിംഗിൾ മോഡ് ഫൈബറിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ വേവ് ലെങ്ത് ഹോപ്പ് ചെയ്യുന്നത് കാണാം. ഓക്കെ, വേവ് ലെങ്ത് അതായത് മോഡ് ഹോപ്പിംഗ് എന്നാ പറയാം. അപ്പോൾ സിംഗിൾ മോഡ് ഫൈബേഴ്സിൽ ഫോർ എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഒരു സെർട്ടൈൻ ടെമ്പറേച്ചറിൽ എന്തുണ്ടാവും, വേവ് ലെങ്ത് പീക്ക് എമിഷൻ, അതായത് നമ്മുടെ വേവ് ലെങ്ത് എന്ത് ചെയ്യും, ജമ്പ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് കാൾഡ് മോഡ് ഹോപ്പിംഗ്. ഓക്കെ, peak wavelength versus case temperature characteristics showing mode hopping output spectrum of single mode laser fiber. Single mode laser fiberലാണ് പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ മാക്സിമം വരുന്ന വേവ് ലെങ്ത് ഹോപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വേവ് ലെങ്ത്, മാക്സിമം വേവ് ലെങ്ത് ചേഞ്ച് ആവും. എ ജെം കറസ്പോണ്ടിങ് ടു എ മോഡ് ഹോപ്പ് ഇൻ ദ ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് അറ്റ് എ ന്യൂ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ അനദർ മോഡ് ഫുൾഫിൽസ് ദ ലേസർ ഓസിലേഷൻ കണ്ടീഷൻ, which means a discrete change in the laser oscillation wavelength. The peak emission wavelength increases slowly with the temperature due to slight increase in refractive index and cavity length with the temperature. എന്താ പറഞ്ഞാൽ ഒരു ടെമ്പറേച്ചറിൽ ഇതിന്റെ മാക്സിമം വേവ് ലെങ്ത്, അതായത് ലേസർ ഓസിലേഷൻ വേവ് ലെങ്ത് ഒരു ഇപ്പോൾ 785 ആണെങ്കിൽ ദെൻ വേറൊരു ടെമ്പറേച്ചർ സ്ലൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ മാക്സിമം വേവ് ലെങ്ത് വാരി ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ദിസ് ഇസ് കാൾഡ് മോഡ് ഹോപ്പിംഗ്. അതുപോലെ തന്നെ ഈ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത് എന്തിനും കൂടി ഡിപ്പെൻഡ്, നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ക്യാവിറ്റിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തിട്ടൊക്കെ നമുക്ക് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ടെമ്പറേച്ചർ അനുസരിച്ച് ഈ ഹോപ്പിംഗ് നടക്കാൻ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലോ അതുപോലെ തന്നെ ക്യാവിറ്റി ലെങ്ത്തിലൊക്കെ ചേഞ്ച് വരുത്തിയാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് കാൾഡ് മോഡ് ഹോപ്പിംഗ്. മോഡ് അതായത് മാക്സിമം വേവ് ലെങ്ത് ചേഞ്ച്. Okay, then third characteristic is dynamic response. Okay, when a current pulse is applied to the device, it results into switch on delay followed by a high frequency damped oscillation known as relaxation oscillator. Okay, ഇവിടെ എന്താ പറഞ്ഞ റിലാക്സേഷൻ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് പൾസ് അപ്ലൈ ചെയ്ത് ഒരു കറണ്ട് പൾസ് ഒരു ഡിവൈസ്, അതായത് ലേസർ ഡിവൈസിലോട്ട് ഒരു ചെറിയൊരു പൾസ് കറണ്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ ഒരു ഹൈ ഫ്രീക്വൻസി ഡാമ്പിംഗ് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് കാൾഡ് ഡൈനാമിക് റെസ്പോൺസ്. ഇത് ചില സമയത്ത് നമ്മൾ ഒരു കറണ്ട് പൾസ് ലേസർ ഡയലിലോട്ട് കൊടുത്താൽ ഇവിടെ ഡാമ്പിംഗ് ഓസിലേഷൻസ്, ഡാമ്പിംഗ് അൺഡാംഡ് അണ്ടർ ഡാംഡ് പഠിച്ചത്. അപ്പോൾ ഡാമ്പിംഗ് ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ഹയർ വേവ് ലെങ്ത് അങ്ങനെ കുറഞ്ഞ് വരുന്ന അങ്ങനെ ഡൈനാമിക് ബിഹേവിയർ എന്ന് പറഞ്ഞ ഇതാണ്. ഓക്കെ, ഡാമ്പിംഗ് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും ഒരു പൾസ്, ഒരു കറണ്ട് പൾസ് കൊടുത്താൽ. കോൺസിക്വന്റ്ലി ദ ലേസർ ഔട്ട്പുട്ട് ക്യാൻ കംപ്രസ് സെവറൽ പൾസസ് ആസ് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് റിപ്പീറ്റീവ്ലി ബിൽട്ട് അപ്പ് ആൻഡ് ക്വിക്ലി റെഡ്യൂസ്, ദസ് കോസിംഗ് റിലാക്സേഷൻ ഓസിലേഷൻസ്. ഓക്കെ,
ഇനി ഇലക്ട്രോൺ ബിൽഡപ്പ്, ഇലക്ട്രോൺ ഡെൻസിറ്റി, അതായത് ഇലക്ട്രോൺ ഹോൾ പെയർ റീകോമ്പിനേഷൻ അനുസരിച്ചാണല്ലോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. സോ ഇലക്ട്രോൺ ഡെൻസിറ്റിയിൽ വരുന്ന അബ്രപ്റ്റ് ചേഞ്ചസ് ഓക്കെ ക്വിക്ലി അത് റെഡ്യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് റിലാക്സേഷൻ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡാംപ്ഡ് ഓസിലേഷൻ ആവില്ല, നോർമൽ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അറ്റ് എ ഹയർ ഡാറ്റ റേറ്റ് അബവ് 100 മെഗാ Mbps, this behavior can deteriorate the pulse shape since TD equal to 0.5 and relaxation oscillation can last twice TD. Okay, so relaxation oscillators ഫോം ചെയ്യും. അതുപോലെ തന്നെ ഹയർ ഡാറ്റ റേറ്റ്സിലൊന്നും ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഡിറ്റീരിയറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് ഫോർത്ത് നോയ്സ്, ലാസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോയ്സ്. നോയ്സിൽ എന്താ പറയുന്നത് വെച്ചാൽ ദ റാൻഡം ഇന്റൻസിറ്റി ഫ്ലക്ച്വേഷൻ കോസ്ഡ് ബൈ ദ ടെമ്പറേച്ചർ വേരിയേഷൻ ക്രിയേറ്റ് എ നോയ്സ് കാൾഡ് റിലേറ്റീവ് ഇന്റൻസിറ്റി നോയ്സ്. ഓക്കെ, ഇന്റൻസിറ്റി ഫ്ലക്ച്വേഷനിൽ ടെമ്പറേച്ചർ, ഓക്കെ ടെമ്പറേച്ചർ ഇപ്പൊ നമ്മുടെ ലേസറിന്റെ ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ട് തന്നെ നമ്മുടെ കറണ്ട് ഇന്റൻസിറ്റിയിലൊക്കെ ഫ്ലക്ച്വേഷൻ നമ്മൾ പറഞ്ഞു. ടെമ്പറേച്ചർ കറണ്ടിനെ, ത്രെഷോൾഡ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ട് ഇന്റൻസിറ്റിയിൽ ഫ്ലക്ച്വേഷൻ വരുമ്പോൾ അവിടെ നോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ നോയ്സിനെ പറഞ്ഞ പേര് RIN, ദാറ്റ് ഇസ് റിലേറ്റീവ്ലി ഇന്റൻസിറ്റി നോയ്സ്. ടിപ്പിക്കലി RIN ഫോർ സിംഗിൾ മോഡ് semiconductor laser lies in the range 130 to 160 dB per hertz. Single മോഡിലുള്ള റേഞ്ച് ആണ്. ഓക്കെ, ഇറ്റ് ഡിക്രീസസ് ആസ് ദ ജംഗ്ഷൻ കറന്റ് ലെവൽ ഇൻക്രീസസ്. ഓക്കെ, ജംഗ്ഷൻ കറന്റ് ഇൻക്രീസ് ചെയ്താൽ ഈ ഒരു സംഭവം ഡിക്രീസ് ആവും. അതായത് നമ്മൾ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ കൊണ്ട് നമ്മുടെ കറന്റിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് അവിടെ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ നോയ്സ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ജംഗ്ഷൻ കറന്റ് ഇൻക്രീസ് ചെയ്താൽ മതി. മോഡ് പാർട്ടീഷൻ നോയ്സ് ഇസ് എ ഫിനോമിന അസോസിയേറ്റഡ് വിത്ത് മൾട്ടിമോഡ് സെമി കണ്ടക്ടർ ലേസേഴ്സ് വെൻ ദ മോഡ്സ് ആർ നോട്ട് സ്റ്റെബിലൈസ്ഡ്. ഓക്കെ, ഇനി ഈ ഒരു കേസ്, അതായത് ഈ ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഈ നോയ്സ് എന്ന് പറയുമ്പോൾ മോഡ് പാർട്ടീഷൻ നോയ്സ് എന്നാണ്. മൾട്ടി മോഡിൽ നമ്മൾ ഇതിനെ പറയും മോഡ് പാർട്ടീഷൻ നോയ്സ്. അതെന്താണെന്ന് വെച്ചാൽ മോഡ്സ് എന്താവില്ല, സ്റ്റെബിലൈസ് ചെയ്യില്ല, ഒരു സ്റ്റെബിലൈസ്ഡ് മോഡ്സ് ആവില്ല, മോഡ്സ് തമ്മിൽ വേരി ചെയ്യും. സോ ടെമ്പറേച്ചർ ചേഞ്ചസ് ക്യാൻ കോസ് ദ റിലേറ്റീവ് ഇന്റൻസിറ്റി ഓഫ് വേരിയസ് ലോഞ്ചിറ്റ്യൂഡൽ മോഡ്സ് ഇൻ ലേസേഴ്സ് ഔട്ട്പുട്ട് സ്പെക്ട്രം ടു വേരി ഫ്രം വൺ പൾസ് ടു നെക്സ്റ്റ് ഈവൻ ദോ ദ ടോട്ടൽ ഔട്ട്പുട്ട് പവർ ഫ്രം എ ലേസർ ഇസ് മെയിൻറ്റെയിൻ നിയർലി കോൺസ്റ്റന്റ്. എന്തായാലും ഇപ്പൊ നമ്മുടെ നോയ്സ് പറഞ്ഞു. ഓക്കെ, റിലേറ്റീവ്ലി ഈ RIN നോയ്സ്, ഓക്കെ റിലേറ്റീവ്ലി ഇന്റൻസിറ്റി നോയ്സ്, RIN നോയ്സ് എന്ന് പറയുമ്പോൾ സിംഗിൾ മോഡിൽ ഫോം ചെയ്യാം. അത് നമ്മൾ ജംഗ്ഷൻ കറന്റ് ഇൻക്രീസ് ചെയ്താൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മൾട്ടി മോഡിൽ മോഡ് പാർട്ടീഷൻ നോയ്സ് എന്ന് പറയാം. അവിടെ എന്താ വെച്ചാൽ നമ്മുടെ മോഡ്സ് സ്റ്റെബിലൈസ് ചെയ്യാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഇന്റൻസിറ്റി വേരിയേഷൻസ് നമ്മുടെ മോഡ്സിനെ വാരി ചെയ്യാനും വേണ്ടി ഇതാവും. എന്തൊക്കെ ആയാലും അതിന്റെ ടോട്ടൽ ഔട്ട്പുട്ട് പവർ എന്തായാലും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഔട്ട്പുട്ട് പവർ മെയിൻറ്റെയിൻ ചെയ്യും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേസേഴ്സ്. Okay, that's all about today's class. Thank you. Have a nice day.